എല്ലാവർക്കും നമസ്കാരം. ഈ കഴിഞ്ഞ ദിവസം എൻ്റെ ശ്രദ്ധയിൽ ഒരു പോസ്റ്റർ വിട്ടു. അതായത് ബെവ്കോ ജീവനക്കാർക്ക് 95,000 രൂപ ബോണസായിട്ട് കൊടുക്കുന്നു. അപ്പോൾ എനിക്ക് അതിനകത്തൊരു അസ്വാഭാവികത തോന്നിയതുകൊണ്ട് ഞാനപ്പോൾ അതിനകത്തൊരു വോയിസ് നോട്ട് ഇട്ട് ചില വാട്സാപ്പ് ഗ്രൂപ്പുകളിൽ ഇങ്ങനെ ഷെയർ ചെയ്തു. ഇത് സാധാരണ കുടുംബങ്ങളിലെ അമ്മമാരുടെയും കുഞ്ഞുങ്ങളുടെയും കുഞ്ഞുമക്കളുടെയും സഹോദരങ്ങളുടെയും സമൂഹത്തിൻ്റെയൊക്കെ കണ്ണീരിൻ്റെയും ശാപത്തിൻ്റെയും വിലയല്ലേ എന്നൊരു വോയിസ് നോട്ട് ഇട്ട് ആ ഒരു പോസ്റ്റർ ഇങ്ങനെ ഇട്ടു. അപ്പോൾ അതിന് വ്യാപകമായ ഒരു എതിർപ്പും അനുകൂലവും അതിനിങ്ങനെ കണ്ടു. അതിനകത്ത് ഒരുപാട് ആളുകൾ ശരിയാണ് എന്ന് സമ്മതിച്ചു. കാരണം ഒരു ജീവനക്കാരന് കൊടുക്കുന്നതാണ് 95,000 രൂപ. അപ്പോൾ അതിനകത്ത് ഓരോ രൂപ ഇവരുടെ ബോണസായിട്ട് കൂടുമ്പോഴും ഓരോ കുടുംബത്തിലെ കണ്ണീർ തുള്ളികളുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുകയാണെന്നൊരു ചിന്തയാണ് എനിക്കുള്ളത്. കാരണം അപ്പോൾ ഒരു കാര്യം കൂടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഈ ഒരു വിഭാഗം ബിവ്കോ നഷ്ടത്തിലാണ് എന്ന് ഈ അടുത്താണുള്ള മുന്നിൽ കേട്ടു. അത് നഷ്ടത്തിലാണ്, അത് ഇങ്ങനെ നടക്കുന്നുണ്ടെങ്കിൽ അതിന് പൈസയൊക്കെ വകമാറി പോയിട്ട് ആ ഡിപ്പാർട്ട്മെൻറ്റ് നഷ്ടത്തിലാണെന്ന് കേൾക്കുന്നു. അപ്പോൾ അവർക്ക് ഇതിങ്ങനെ കൊടുത്തപ്പോൾ എനിക്ക് വളരെ മനുഷ്യസ്നേഹികൾ. അപ്പോൾ ഒരു വിഭാഗം ആളുകൾ ഇങ്ങനെ ചോദിക്കുന്നു, അത് തീർത്തും ശരിയാണ്, ഇത് ജനങ്ങളിലേക്ക് എത്തേണ്ട പൈസയാണ്, ഇത് അനുവദനീയമല്ല, ഇല്ലെങ്കിൽ ശരിയല്ല എന്നൊക്കെ പറയുമ്പം അടുത്ത ഒരു വിഭാഗം അതിതീവ്രമായ മനുഷ്യസ്നേഹികളായിട്ടുള്ള ആളുകൾ, അവരും മനുഷ്യരല്ലേ, അവർക്കും അമ്മയില്ലേ, അവർക്കും സഹോദരങ്ങളില്ലേ, അവർക്കും കുടുംബമില്ലേ, അവർക്ക് ബോണസ് വേണ്ടേ എന്ന് ചോദിക്കുമ്പോൾ ഇതേ മനുഷ്യസ്നേഹികളോട് എനിക്ക് ചോദിക്കാനുള്ളൊരു ചോദ്യം, ഇതേ സർക്കാരിൻ്റെ മറ്റൊരു വിഭാഗമാണല്ലോ നമ്മുടെ ഈ KSRTC. അവർ ഈ ബിവ്കോ ജീവനക്കാരെ പോലെയല്ല, രാവും പകലും ഇല്ലാതെ ഈ ഊണും ഉറക്കവും ഇല്ലാതെ ജോലി ചെയ്യുന്ന ഒരു വിഭാഗമാണ്. നമുക്കറിയാം, രാത്രി 2 മണിക്കും 3 മണിക്കും ഇന്നാലും ഇവരുടെ സർവീസ് നമുക്ക് റോഡുകളിൽ കിട്ടും. അവർക്ക് ശമ്പളം ഉണ്ടോ, ഇല്ല അവർക്ക് പെൻഷൻ ഉണ്ടോ എന്നൊന്നും ആലോചിക്കേണ്ടതല്ലേ. അതുപോലെ ഈ 1,600 രൂപ വെച്ചൊരു മാസം കൊടുക്കുന്ന ഒരു വിഭാഗം ആളുകളുണ്ട്. ക്ഷേമ പെൻഷനോ ഇല്ലെങ്കിൽ ക്ഷേമനിധി പെൻഷനോ ഇല്ലെങ്കിൽ വികലാംഗ പെൻഷനോ വിധവാ പെൻഷനോ എന്നൊക്കെ പറഞ്ഞാൽ അവർക്ക് എല്ലാവർക്കും കൃത്യമായിട്ട് ഇത് കിട്ടുന്നുണ്ടോ? അവർ ഈ മനുഷ്യരല്ലേ. അപ്പോൾ ഈ 1,600 മേടിക്കുന്ന അവർക്കില്ലേ അമ്മമാരും പെങ്ങന്മാരും കുഞ്ഞുങ്ങളും അയൽവാസികളും സഹോദരങ്ങളും സമൂഹമൊക്കെ. അപ്പോൾ ഇതൊന്നുമില്ലാതെ ഇവരോട് മാത്രം ഇങ്ങനെ ഈ കപട മനുഷ്യസ്നേഹികൾ കണ്ണീരൊലിപ്പിക്കുന്നവർ. ഞാൻ ഒരു കാര്യം, ഇപ്പോൾ ഓണക്കാലമാണ്. ഈ ഓണക്കാലത്ത് ഈ കർഷകനില്ലാതെ ആരും ഒന്നും ഉണ്ണുകയില്ല. അത് കൃത്യമായിട്ട് നമുക്ക് അറിയാവുന്ന കാര്യമാണ്. ഇപ്പം കാളനായാലും ഓലനായാലും ചോറായാലും ഏതെങ്കിലും ഒരു കർഷകൻ എവിടെയെങ്കിലും ഉൽപ്പാദിപ്പിച്ചാലേ ഈ ഭക്ഷണം മേശപ്പുറത്ത് വരുവുള്ളൂ, ഉണ്ടാക്കാൻ സാധിക്കുള്ളൂ എന്നുള്ള വസ്തുതയാണ്. അതിനകത്ത് മാറ്റമൊന്നുമില്ല. അപ്പം അവർക്കില്ല ഈ വീടും കുടുംബമൊന്നും. ഒരു കാര്യം കൂടെ ഞാൻ പറയാം, ഇപ്പോൾ പ്രത്യേകിച്ച് ഇടുക്കി ജില്ലയിൽ ഈ പട്ടയത്തിൻ്റെ ഒരു പ്രശ്നമുണ്ട്. പല മേഖലകളിലും പട്ടയമില്ല. വർഷങ്ങളായിട്ട് 50-60 വർഷമായിട്ട് കൈകളിലിരിക്കുന്ന ഭൂമിക്ക് പട്ടയമില്ല. കാലാകാലങ്ങളിൽ മാറി വരുന്ന സർക്കാരുകൾ, അത് UDF ആയിക്കോട്ടെ, ഇവിടെ ഇപ്പോൾ UDF ആണ് കേരളത്തിൽ ഭരിച്ചുകൊണ്ടിരുന്നത് മൊത്തം. ഇവരാരും നോക്കി എല്ലാവർക്കും പട്ടയം കൊടുക്കാൻ സാധിക്കില്ല. അതിന് നിയമത്തിൻ്റെ ഓരോ നൂലാമാലകൾ കാണിച്ചു വെച്ചുകൊണ്ട് ഇവർക്കാർക്കും പട്ടയം കൊടുക്കാതെ ഞങ്ങൾ വന്നാൽ തരും എന്നവർ പറയും. കയറി കഴിഞ്ഞാൽ കുറച്ച് പേർക്ക് എവിടെയും കൊടുക്കും, അതിനെന്തെങ്കിലും ഒരു ഡിമാൻഡുകൾ വെക്കും. അത് കഴിഞ്ഞ് അവരങ്ങ് ഇറങ്ങും, അടുത്തൊരു കയറും. അപ്പോൾ ഞങ്ങൾ വന്നാൽ തരാമെന്ന് പറഞ്ഞാൽ എന്തെങ്കിലും കുറച്ച് കാണിക്കും. ഇത് ഒരിക്കലും കൊടുത്ത് തീരില്ലാത്തതാണ്. ഭൂമി എന്നാലും വളരാനൊന്നുമില്ല. ഈ ഉള്ള ഭൂമിയൊക്കെ തന്നെ ഉള്ളൂ. അത് ആൾക്കാരുടെ കൈവശം അവിടെ തന്നെ ഇരിക്കുന്നു. ഇതിനിടയ്ക്ക് ഈ വനം വീണ്ടും വർദ്ധിക്കുകയും വന്യമൃഗങ്ങൾ റോഡിലേക്ക് ഇറങ്ങുകയും ചെയ്യുന്നു. ഇവർക്ക് ഈ കൃഷിക്കാരനുണ്ടാകുന്ന നഷ്ടങ്ങൾ, ഈ ഒരു ആന നശിപ്പിച്ചാൽ, ഒരു ആന വന്ന് വിള നശിപ്പിച്ചാൽ അവന് നഷ്ടപരിഹാരം ഇല്ല. ഉണ്ടെങ്കിൽ അവന് പട്ടയം ഇല്ലാത്തതുകൊണ്ട് അത് കിട്ടുകയില്ല. ഇല്ല കുരങ്ങ് വന്നു, അവൻ്റെ കപ്പ പറിച്ചു, ഇല്ല ചേന പറിച്ചു, അവൻ്റെ ഏലക്ക പറിച്ചു കളഞ്ഞു, അവന് നഷ്ടമില്ല, കാരണം അവന് ഈ പട്ടയമില്ല. അതുപോലെ എലി വന്നു, കുരങ്ങ് വന്നു, ഈ മയില് വന്നു, ഏത് വന്ന് നശിപ്പിച്ചാലും ഇവന് ഒരു നഷ്ടം. ഇവരോടൊന്നും, അപ്പം ഇവരുണ്ടെങ്കിലേ ചോറുണ്ണാനുള്ളൂ ഇല്ലെങ്കിൽ ഭക്ഷണം കഴിക്കാനുള്ളൂ എന്നൊരു ചിന്ത ഈ പറയുന്ന കപട മനുഷ്യസ്ത്രീകൾക്കില്ലേ? അത് വേണ്ടതല്ലേ? അപ്പോൾ ഈ പട്ടയം ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഈ പല ഡിപ്പാർട്ട്മെൻറ്റുകളായിട്ട് ഇങ്ങനെ ബന്ധപ്പെട്ട് കഴിഞ്ഞപ്പോഴേ നമുക്ക് മനസ്സിലാക്കുന്ന പ്രധാന ഒരു കാര്യം, സർക്കാരുകളുടെ ഭാഗത്തുനിന്ന്, ഇപ്പോൾ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ആയാലും സ്റ്റേറ്റ് ഗവൺമെൻറ് ആയാലും ഭാഗത്തുനിന്ന് പല ആനുകൂല്യങ്ങളും ഇല്ല പല സബ്സിഡികളും പല കർഷകർക്ക്, പിന്നെ കാപ്പി കർഷകർക്കായാലും ഏലം കൃഷികൾക്കായാലും ഇല്ല ഏത് കർഷകർക്കായാലും ഉണ്ട്. പക്ഷെ ഇവർക്ക് അത്യന്താപേക്ഷിതമായ ഒരു കാര്യം ഈ പട്ടയം കൊടുക്കുക എന്നുള്ളതാണ്. പട്ടയം ഇല്ല. അതിന് ഇല്ലെങ്കിൽ ഈ വില്ലേജ് ഓഫീസർമാരോ താലൂക്ക് ഓഫീസർമാരോ റവന്യൂ ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് ഇവർക്കൊരു കൈവശാവകാശ സർട്ടിഫിക്കറ്റ്, ഈ 50 വർഷമോ 60 വർഷമായിട്ട് കൃഷി ദേഹങ്ങളുള്ള ഭൂമിയിൽ താമസിക്കുന്ന അവർക്ക്, അല്ലാണ്ട് പുതിയ ഇല്ലാത്തൊരു സ്ഥലത്തിന് എഴുതി കൊടുക്കാനല്ല പറയുന്നത്. ഇവർക്ക് ഈ വസ്തു ഇയാളുടെ കൈവശം ഇത്ര ഉള്ളതാണ്. ഇതിന്റെ ബാക്കി അതിന് രേഖയും കാര്യങ്ങളെല്ലാം ഉണ്ടല്ലോ, അതിന് ലൊക്കേഷൻ ഉണ്ട്, സമീപത്ത് ആരാണ് താമസിക്കുന്നത്, ഇല്ലെങ്കിൽ അതിന് അപ്പുറം വനഭൂമിയാണെങ്കിൽ എത്ര കിലോമീറ്റർ അപ്പുറം, അതിന് ഇത്ര കിലോമീറ്റർ വനം ഇല്ല എത്ര മീറ്റർ, ഇങ്ങനെ കാര്യങ്ങളെല്ലാം ഉണ്ട്. അപ്പോൾ ഈ ഒരുത്തിന് 2 ഏക്കറോ 1.5 ഏക്കറോ ഇല്ലെങ്കിൽ 3 ഏക്കറോ എത്ര ഏക്കറോ എത്ര സെന്റോ ആണെങ്കിൽ അവനത് അവൻ്റെ കൈവശം ഇത്ര കാലമായിട്ട് ഇങ്ങനെ കുടുംബത്തിൻ്റെ കയ്യിൽ ഇരിക്കുന്നതാണെന്നൊരു കൈവശാവകാശ സർട്ടിഫിക്കറ്റ് ഇവർക്ക് കൊടുത്താൽ പല സംഘടനകളും സാമൂഹ്യ സംഘടനകളും ഈ വീടില്ലാത്തവർക്ക് വീട് വെച്ച് കൊടുക്കുന്ന ഒരു സംവിധാനമുണ്ട്. ഞാനും അതിനകത്തൊരു സംഘടനയിലായിട്ട് പ്രവർത്തിക്കുന്ന ഒരാളാണ്. അവർ 4 ലക്ഷം രൂപ 5 ലക്ഷം രൂപയൊക്കെ പല ആളുകളും കൊടുക്കുന്നുണ്ട്. ഇവർ കൊടുക്കണമെങ്കിലും പ്രധാന ഒരു മാനദണ്ഡം പറയുന്നത് പട്ടയം വേണം, കരകെട്ടി രസീത് വേണം. ഇല്ലെങ്കിൽ ചില സ്ഥലത്ത്
ഈ കൈവശാവകാശ സർട്ടിഫിക്കറ്റ് കൊടുക്കണം. അതില്ലെങ്കിൽ ഇവരും കിട്ടില്ല. അപ്പൊ വെറുതെ ആരെങ്കിലും ദാനമായിട്ട് കുറച്ച് ധനം ഇവരെ സഹായിക്കാമെന്ന് വെച്ചാലും ഇവർക്ക് കിട്ടില്ല. അപ്പൊ അവരുടെ അടുത്തൊന്നും ഈ കപട മനുഷ്യസ്നേഹികൾക്ക് സ്നേഹം വരികയില്ലേ? അതെന്താ മനസ്സിലാകാത്തത്? എനിക്കത് മനസ്സിലാകാത്ത ഒരു കാര്യം അത്. 95,000 രൂപ ഒരു മാസം ചെയ്ത ജോലിക്ക് ലക്ഷങ്ങൾക്ക് മുകളിൽ ശമ്പളം വാങ്ങിച്ച ഒരാൾക്ക് 95,000 രൂപ ബോണസ് കൊടുക്കുന്നത് അനീതിയാണെന്ന് പറയുമ്പോൾ, ഈ അനീതി എന്ന് പറയുമ്പോൾ ബാക്കി ഒരു വിഭാഗം ആൾക്കാർ മഹാഭൂരിപക്ഷം ഇപ്പോഴും പട്ടിണി നിൽക്കുക. 1 കിലോ അരി വാങ്ങിക്കാൻ പൈസ ഇല്ലാതെ നിൽക്കുക, ഒരു നേരത്തെ മരുന്ന് വാങ്ങിക്കാൻ പൈസ ഇല്ലാതെ നിൽക്കുക. ആ സമയത്ത് അവനത് കൊടുക്കാനില്ല. ഇപ്പൊ അതിനകത്ത് അനീതി ഒന്നും ഇവർക്ക് കാണാനില്ല. ഇവർക്ക് കാണാനുള്ള അനീതി ഈ 95,000 കൊടുക്കുന്നത് മോശമാണ് എന്ന് പറഞ്ഞത് വലിയ അനീതിയാണ്. അപ്പൊ ഈ ഒരു കപട മനുഷ്യസ്നേഹമൊക്കെ മാറ്റിവെച്ച് യഥാർത്ഥ മനുഷ്യസ്നേഹികളാകാൻ ഞാൻ ഉൾപ്പെടെ നമ്മൾ ഓരോരുത്തരും ശ്രമിക്കേണ്ടതാണ്. ഞാൻ ഈ പട്ടയത്തിന്റെ കാര്യം, ഈ മലയോര മേഖലയിലുള്ള വയനാട്ടിലായാലും പ്രത്യേകിച്ച് ഇടുക്കി ജില്ലയിൽ പല മേഖലകളിലും നമ്മൾ കാണുന്ന ഈ പല സൗധങ്ങളും ഇരിക്കുന്നതിൽ പല ബിൽഡിങ്ങുകളും സർക്കാരിൻ്റെ ഉൾപ്പെടെ ഇരിക്കുന്നത് പട്ടയമില്ലാത്ത ഭൂമിയിലാണ്. സർക്കാർ ഭൂമികൾക്ക് അല്ലെങ്കിൽ കെട്ടിടങ്ങൾക്ക് പട്ടയം പ്രശ്നമില്ല. ഞാൻ പറഞ്ഞില്ല, ഈ സാധാരണക്കാരന് ഈ പട്ടയം ഇല്ലെങ്കിൽ കൈവശം ഉള്ള ഒരു സർട്ടിഫിക്കറ്റുകൾ കിട്ടിയാൽ അവൻ്റെ ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ അവന് നേട്ടങ്ങൾ ഉണ്ടെങ്കിൽ, ഇപ്പോൾ ഒരു കാട്ടുമൃഗങ്ങൾ, വന്യമൃഗങ്ങൾ കൃഷി നശിപ്പിച്ചു, അവർക്കൊരു ആനുകൂല്യം കിട്ടണമെങ്കിൽ ഇവരുടെ കൈവശം തെളിയിക്കണം. അത് കൊടുക്കാൻ പോലും ഒരു തയ്യാറല്ല. അതുകൊണ്ട് അങ്ങനെയുള്ള ഈ കാരണങ്ങൾ കണ്ടുപിടിച്ച് അവരുടെ അടുത്ത് വേണം, അവർക്ക് വേണ്ടി വേണം ഇത്ര മനുഷ്യ സ്നേഹം ഒഴുകാൻ എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട്